Hi all, welcome back to my channel. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞു നിർത്തിയ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റിന്റെ കണ്ടിന്യൂവേഷൻ ആണ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് വാട്ട് ഈസ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്, അല്ലെങ്കിൽ അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ് ഒരു ഓർഗനൈസേഷനിൽ, അല്ലെങ്കിൽ അതിന്റെ ഫീച്ചേഴ്സ് എന്നുള്ളതൊക്കെയായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫയോൾസ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ആണ്. മാനേജ്മെന്റിൽ FW ടൈലറിന്റെയും അതുപോലെ തന്നെ ഹെൻറി ഫയോളിന്റെയും പ്രിൻസിപ്പിൾസ് ആണ് ഉള്ളത്. അതിൽ ഈ വീഡിയോയിലൂടെ നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ഹെൻറി ഫയോളിന്റെ പ്രിൻസിപ്പിൾസ് ആണ്. സോ ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്താണെന്ന് നോക്കാം. ദാറ്റ് ഈസ് ഡിവിഷൻ ഓഫ് വർക്ക്. ഡിവിഷൻ ഓഫ് വർക്ക് പറയുന്നത് ഇത്രയുമേ ഉള്ളൂ. ദ ഹോൾ വർക്ക് മസ്റ്റ് ബി ഡിവൈഡഡ് ഇൻടു സ്മോൾ ടാസ്ക്സ്. അതായത് ഒരു ഓർഗനൈസേഷനിലെ മുഴുവൻ ജോലികളെ നമ്മൾ എന്ത് ചെയ്യണം, ചെറിയ ചെറിയ ടാസ്കുകളായിട്ട് ഡിവൈഡ് ചെയ്യണം. ആൻഡ് ഇറ്റ് ഷുഡ് ബി അസൈൻ ടു ഈച്ച് ഇൻഡിവിജ്വൽ അക്കോർഡിംഗ് ടു ദെയർ കപ്പാസിറ്റി, ക്വാളിഫിക്കേഷൻ ആൻഡ് എക്സ്പീരിയൻസ്. അതായത് നമ്മളൊരു ഓർഗനൈസേഷനിൽ നമ്മൾ ടോട്ടൽ വർക്കിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു ചെറിയ ചെറിയ ടാസ്കുകളായിട്ട്. എന്നിട്ട് അത് ഓരോ ഇൻഡിവിജ്വലിനും എന്ത് ചെയ്ത് കൊടുക്കുന്നു, അസൈൻ ചെയ്ത് കൊടുക്കുന്നു. അസൈൻ ചെയ്ത് കൊടുക്കുന്നത് എന്തിൻ്റെ ബേസിസിലാണ്? ആ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ആ എംപ്ലോയിയുടെ കപ്പാസിറ്റിയുടെ അതുപോലെ തന്നെ ഹിസ് ക്വാളിഫിക്കേഷൻ ആൻഡ് ഹിസ് എക്സ്പീരിയൻസ്, ഇതിൻ്റെ ബേസിസിൽ നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഫിഗറിൽ കാണുന്ന പോലെ തന്നെ ഇതൊരു ഇപ്പോൾ മേ ബി ഹോട്ടലാവാം, അപ്പം അല്ലെങ്കിൽ ഒരു കിച്ചൺ ഏരിയ ആണ്. അപ്പം ഇവിടുത്തെ ഓരോ ആക്ടിവിറ്റിയും ഓരോ വ്യക്തികളാണ് ചെയ്യുന്നത്. അതേപോലെ ഒരു ഓർഗനൈസേഷൻ ആവുമ്പം ആ ഓർഗനൈസേഷനിൽ ഓരോ ഡ്യൂട്ടീസും അല്ലെങ്കിൽ മുഴുവനായിട്ടുള്ള ആ ഒരു ഓർഗനൈസേഷൻ്റെ വർക്ക് നമ്മൾ സ്മോൾ ആൻഡ് സിമ്പിൾ ടാസ്കുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. എന്നിട്ട് ഓരോ ഇൻഡിവിജ്വൽസിനും ഷെയർ ചെയ്ത് കൊടുക്കുന്നു. ഇതാണ് ഡിവിഷൻ ഓഫ് വർക്ക് എന്ന പ്രിൻസിപ്പിളിനകത്ത് പറയുന്നത്. സോ ഇതിന്റെ എഫക്റ്റ് എന്താവും? ഫസ്റ്റ് വൺ ഈസ് സ്പെഷ്യലൈസേഷൻ. അതായത് ഒരേ ജോലി തന്നെ ഒരു വ്യക്തി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ ഹി ഗെറ്റ് സ്പെഷ്യലൈസേഷൻ ഇൻ ദാറ്റ് പെർട്ടിക്കുലർ വർക്ക്. ആ ഒരു അയാൾ ചെയ്യുന്ന ജോലിയിൽ അദ്ദേഹത്തിന് എന്ത് കിട്ടുന്നു? സ്പെഷ്യലൈസേഷൻ കിട്ടുന്നു. വീണ്ടും വീണ്ടും അതേ ജോലി ചെയ്യുമ്പോൾ. നെക്സ്റ്റ് വൺ ഇംപ്രൂവ്സ് എഫിഷ്യൻസി. അല്ലേ, ഒരു പ്രാവശ്യം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ട് നെക്സ്റ്റ് ടൈമിൽ അദ്ദേഹം ചെയ്യുന്നതായിരിക്കും. ദെൻ തേർഡ് വൺ ഈസ് മേക്സ് ദ ടാസ്ക് സിംപിളർ. അതായത് ആദ്യം ചെയ്യുമ്പോൾ നമുക്കറിയാം എന്തൊരു ജോലി നമ്മൾ ആദ്യം ചെയ്യുമ്പം കുറച്ച് ബുദ്ധിമുട്ടൊക്കെ കാണും. പക്ഷെ പിന്നീട് അത് വീണ്ടും വീണ്ടും ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അത് കൂടുതലും സിമ്പിളായിട്ട് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. ഇതൊക്കെയാണ് ഇതിൻ്റെ എഫക്ട്സ്. ആൻഡ് ഇതില്ലെങ്കിൽ, അതായത് ഈ പ്രിൻസിപ്പിൾ നമ്മൾ യൂട്ടിലൈസ് ചെയ്തില്ലെങ്കിൽ എന്തൊക്കെ സംഭവിക്കും? ലാക്ക് ഓഫ് എഫിഷ്യൻസി. അല്ലേ, ഓരോ ദിവസം ഓരോ എംപ്ലോയിക്ക് ഓരോ ജോലിയാണ് കൊടുക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് അതിൽ സ്പെഷ്യലൈസ്ഡ് ആവാൻ പറ്റില്ല. അതുപോലെ തന്നെ എഫിഷ്യൻ്റ് ആയി വർക്ക് ചെയ്യാനും പറ്റില്ല. അതുപോലെ തന്നെ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് വർക്ക്. ദാറ്റ് മീൻസ് ഓരോരുത്തർക്ക് ഓരോ ജോലി അസൈൻ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ഒരേ കാര്യം തന്നെ എന്ത് ചെയ്യാം, ഒന്നിൽ കൂടുതൽ ആൾക്കാർ ചെയ്യാനുള്ള ചാൻസും ഉണ്ട്. സോ ഈ പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് സ്പെഷ്യലൈസേഷൻ, അതുപോലെ തന്നെ വ്യക്തികളുടെ എഫിഷ്യൻസി കൂടുന്നു. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു? ഡ്യൂപ്ലിക്കേഷൻ ഓഫ് വർക്ക് അവോയ്ഡ് ചെയ്യാനായിട്ടും പറ്റുന്നു. ദെൻ സെക്കൻഡ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ആണ്. സോ ഈ പ്രിൻസിപ്പിളിൽ എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപായിട്ട് നമുക്ക് വാട്ട് ഈസ് അതോറിറ്റി ആൻഡ് വാട്ട് ഈസ് റെസ്പോൺസിബിലിറ്റി എന്നുള്ളത് നോക്കണം. അതോറിറ്റി, ഇറ്റ് ഈസ് ദ റൈറ്റ് ടു കമാൻഡ്. അല്ലേ, ഒരു ആൾക്ക് ഒരു കമാൻഡ് ചെയ്യാനുള്ള ആ ഒരു അതോറിറ്റി അതിൻ്റെ ഒരു റൈറ്റിനെയാണ് നമ്മൾ അതോറിറ്റി എന്ന് പറയുന്നത്. അറ്റ് ദ സെയിം ടൈം റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഒബ്ലിഗേഷൻ ടു പെർഫോം ദി ജോബ് അസൈൻ ടു ഹിം. ഒരു വ്യക്തിക്ക് കിട്ടിയിരിക്കുന്ന അദ്ദേഹത്തിന് ഉത്തരവാദിത്തം അല്ലെങ്കിൽ ആ ചുമതല നിർവഹിക്കുക എന്നുള്ളതാണ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. സോ അതോറിറ്റി മീൻസ് ദ റൈറ്റ് to command and responsibility is the obligation to perform the job which is assigned to him. എങ്കിൽ ഈ പ്രിൻസിപ്പിളിൽ എന്താണ് പറയുന്നത് നോക്കാം. This principle states that there must be a balance or parity between them. അതായത് റെസ്പോൺസിബിലിറ്റി കൂടുതലാവാനോ അല്ലെങ്കിൽ അതോറിറ്റി കുറഞ്ഞു നിൽക്കാനോ അല്ലെങ്കിൽ അതോറിറ്റി കൂടി നിൽക്കാനോ പാടില്ല. പകരം എന്ത് വേണം? ദർ ഷുഡ് ബി എ ബാലൻസ് ബിറ്റ്വീൻ ദ റെസ്പോൺസിബിലിറ്റി ആൻഡ് അതോറിറ്റി. അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും തമ്മിൽ എന്ത് ഉണ്ടായിരിക്കണം? ഒരു ബാലൻസ് ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഒരു വ്യക്തിക്ക് നമ്മളൊരു പെർട്ടിക്കുലർ അതോറിറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഹി ഷുഡ് ബി റെസ്പോൺസിബിൾ ഫോർ ഗെറ്റിംഗ് ദാറ്റ് വർക്ക്. അല്ലേ, എനിക്കിപ്പോൾ ഒരു അതോറിറ്റി ഉണ്ടെങ്കിൽ അതേസമയം എനിക്ക് ആ കിട്ടിയിരിക്കുന്ന അതോറിറ്റിയിൽ ഞാൻ ആ ജോലി ചെയ്ത് തീർക്കുക എന്നുള്ളൊരു റെസ്പോൺസിബിലിറ്റി എനിക്കുണ്ട്. അതേപോലെ ഇപ്പം ഞാൻ എന്തെങ്കിലും ഒരു വർക്കിന് റെസ്പോൺസിബിൾ ആണെങ്കിൽ അത് ചെയ്ത് തീർക്കാൻ വേണ്ടത്ര അതോറിറ്റിയും എനിക്ക് എന്ത് വേണം? എനിക്ക് കിട്ടണം. അതാണ് പറയുന്നത്. Authority with responsibility and responsibility without authority is a waste. A person who have an authority to get the work should have the responsibility to get it done. അപ്പം ഒരു വ്യക്തിക്ക് ഒരു പെർട്ടിക്കുലർ വർക്ക് ചെയ്തെടുപ്പിക്കാനുള്ള ഒരു അതോറിറ്റി ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് അതുപോലെ തന്നെ ചെയ്ത് തീർക്കാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റിയും ഉണ്ടാകണം. അതിന് നേരെ ഓപ്പോസിറ്റാണ് റെസ്പോൺസിബിലിറ്റി. ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന് ആ വർക്ക് ചെയ്യാനുള്ള അതോറിറ്റിയും ഉണ്ടാവണം. അപ്പോൾ ഫയോൾഡിന്റെ ഈ പ്രിൻസിപ്പിളിൽ പറയുന്നത് ഇത്രയുമേ ഉള്ളൂ. ദർ മസ്റ്റ് ബി എ ബാലൻസ്, അല്ലെങ്കിൽ ഒരു ഇക്വാലിറ്റി ഉണ്ടായിരിക്കണം അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും തമ്മിൽ. ദെൻ മൂവിങ് ടു ദ തേർഡ് പ്രിൻസിപ്പിൾ, ദാറ്റ് ഈസ് ഡിസിപ്ലിൻ.
ഈ പ്രിൻസിപ്പിളിൽ ഡിസിപ്ലിൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഇത്രയുമേ ഉള്ളൂ. ഇറ്റ് മീൻസ് ഒബീഡിയൻസ് ടു ഓർഗനൈസേഷൻ റൂൾസ് ആൻഡ് എംപ്ലോയ്മെന്റ് ആൻഡ് എഗ്രിമെന്റ്. ഒരു ഓർഗനൈസേഷനിലുള്ള റൂൾസ് അല്ലെങ്കിൽ റെഗുലേഷൻസ് ഉണ്ടാവും, റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അതിനോടുള്ള ഒബീഡിയൻസ് എന്നുള്ളതാണ് എന്തിനകത്ത് പറഞ്ഞത്, ഈ പ്രിൻസിപ്പിളിനകത്ത് പറയുന്നത്. സോ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ബിസിനസ്സിന് സ്മൂത്ത് റണ്ണിങ് നടക്കുകയുള്ളൂ. സബോർഡിനേറ്റ്സ് സുപ്പീരിയേഴ്സ് പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം, എങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ എഫിഷ്യൻ്റ് ആവാനും അതിൻ്റെ ഓവറോൾ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാനും സാധിക്കുള്ളൂ. ദെൻ മൂവിങ് ടു ദ ഫോർത്ത് പ്രിൻസിപ്പിൾ, ദാറ്റ് ഈസ് യൂണിറ്റി ഓഫ് കമാൻഡ്. നമ്മുടെ ക്വസ്റ്റ്യൻസിന്, നമ്മുടെ എക്സാംസിന് എപ്പോഴും കാണുന്ന ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് യൂണിറ്റി ഓഫ് കമാൻഡ് എന്നുള്ളത്. എക്സ്പ്ലെയിൻ യൂണിറ്റി ഓഫ് കമാൻഡ് എന്നുള്ളത്. സോ യൂണിറ്റി ഓഫ് കമാൻഡിനകത്ത് ഉദ്ദേശിക്കുന്ന ഒറ്റ കാര്യമാണ്, ദാറ്റ് ഈസ് 1 man 1 boss. ഇത് നിങ്ങൾ ഓർത്ത് വെച്ചാൽ നമുക്ക് ഈ ഒരു പ്രിൻസിപ്പിൾ എപ്പോഴും നമുക്ക് ഓർത്തിരിക്കാനായിട്ട് സാധിക്കും. അത് 1 man 1 boss. അതായത് യൂണിറ്റി ഓഫ് കമാൻഡിനകത്ത് പറയുന്ന ഇത്രയുമേ ഉള്ളൂ, ഒരു ഓർഗനൈസേഷനിലെ എല്ലാ എംപ്ലോയീസും ഷുഡ് റിസീവ് the orders or instructions from one and only one boss or superior. അതായത് ഒരു ഓർഗനൈസേഷനിലെ ഒരു എംപ്ലോയിക്ക് ഒരു സുപ്പീരിയറെ ഉണ്ടാകാൻ പാടുള്ളൂ, ഒന്നിൽ കൂടുതൽ സുപ്പീരിയേഴ്സ് ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ വരുന്ന സമയത്ത് കോൺഫ്ലിക്ട്സ് ഉണ്ടാവാനും മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവാനും ഡ്യൂപ്ലിക്കേഷൻ ഓഫ് വർക്ക് ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. ബിക്കോസ് ഞാനൊരു ഓർഗനൈസേഷനിൽ ഒരു എംപ്ലോയി ആണെങ്കിൽ എനിക്ക് 2 സുപ്പീരിയേഴ്സ് ഉണ്ടെങ്കിൽ 2 പേരും മേ ബി എന്നോട് പറയുന്നത് സെയിം കാര്യമായിരിക്കാം ചെയ്യാൻ വേണ്ടി പറയുന്നത്. സോ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് വർക്ക് അവിടെ ഉണ്ടാവാം. അല്ലെങ്കിൽ ഒരാൾ പറയുന്നത് മറ്റേ ആൾക്ക് മേ ബി അത് ഡിസഗ്രി ചെയ്യുന്ന ഒരു കാര്യമാവാം. സോ അങ്ങനെ കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. സോ യൂണിറ്റി ഓഫ് കമാൻഡ് പറയുന്ന ഒരു ഓർഗനൈസേഷനിൽ ഒരു എംപ്ലോയിക്ക് എന്തുണ്ടാവാൻ പാടുള്ളൂ, ഒരു ബോസ് അല്ലെങ്കിൽ ഒരു സുപ്പീരിയർ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അതാണ് യൂണിറ്റി ഓഫ് കമാൻഡിനകത്ത് പറയുന്നത്. ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു 2 മാർക്ക് 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് യൂണിറ്റി ഓഫ് കമാൻഡ് എന്നുള്ളത്. Then moving to the next principle, that is unity of direction. Unity of direction പറയുന്നത് 1 head 1 plan എന്നുള്ളതാണ്. അതായത് ഒരു ഓർഗനൈസേഷനിലെ എല്ലാ യൂണിറ്റ്സും ഒരേ ഒബ്ജക്റ്റീവിലേക്ക് മൂവ് ചെയ്യണം. അതായത് ഒരു ഡിപ്പാർട്ട്മെന്റിന് ഒരു ഹെഡും അവർക്ക് ഒരു ഒബ്ജക്റ്റീവും വേണം എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്. സോ ഈ ഒരു പ്രിൻസിപ്പിളിന്റെ ബേസിസിലാണ് എല്ലാ ഓർഗനൈസേഷൻസിനെ നമ്മൾ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ആയിട്ട് തിരിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഓരോ ഡിപ്പാർട്ട്മെന്റ് ഹെഡാണ്. നമ്മളിപ്പോൾ കോളേജുകളിൽ എടുക്കുകയാണെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അല്ലേ. കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിന് ഒരു ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് കാണും. അതുപോലെ തന്നെ ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിന്, കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റ്, അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഓരോ ഹെഡ് കാണും. അതേപോലെ തന്നെ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും ഒബ്ജക്റ്റീവും ഡിഫറെന്റ് ആയിരിക്കും അല്ലേ. ഒരു ഡിപ്പാർട്ട്മെന്റിന് ഒരു പ്ലാൻ കാണണം. അതേപോലെ ഒരു ഓവറോൾ ഒരു ഓർഗനൈസേഷൻ, നമ്മൾ ഓർഗനൈസേഷനെ മുഴുവൻ എടുക്കുമ്പോൾ ഓർഗനൈസേഷന് ടോപ്പ് ലെവലിൽ ഒരു സിംഗിൾ അതോറിറ്റി ഉണ്ടാവും. അതുപോലെ തന്നെ ഓർഗനൈസേഷന് മൊത്തമായിട്ട് ഒരു പ്ലാനും കാണും. അതിനെയാണ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് വൺ, ദാറ്റ് ഈസ് സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ്. ഇത് നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഒരു ഓർഗനൈസേഷൻ സക്സസിന് നമുക്ക് എത്രയും അത്യാവശ്യമുള്ളൊരു പ്രിൻസിപ്പിളാണ് സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഒരു ഓർഗനൈസേഷനിൽ ഒരുപാട് എംപ്ലോയീസ് ഉണ്ട് അല്ലേ. ഓരോ വ്യക്തിക്കും അവരുടെ വ്യക്തിപരമായ ലക്ഷ്യങ്ങൾ കാണും. അറ്റ് ദ സെയിം ടൈം ഓർഗനൈസേഷൻ ഒരു ഓവറോൾ ഒബ്ജക്റ്റീവും കാണും. അപ്പം ചില സിറ്റുവേഷൻസിൽ നമ്മളെപ്പോൾ അല്ലെ എല്ലാ സിറ്റുവേഷൻസിലും ഓരോ വ്യക്തികളും അവരുടെ ഇൻഡിവിജ്വൽ ഒബ്ജക്റ്റീവിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സിനാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ എംപ്ലോയീസ് ചിലപ്പോൾ ഒരു പക്ഷേ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും അവരുടെ സാലറി അല്ലെ വേജസ്. ഒരു വേജസിൽ അല്ലെ സാലറിയിൽ അവർക്ക് കുറച്ച് ഡിഡക്ഷൻസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോഴെന്ത് സംഭവിക്കും? അപ്പോൾ എംപ്ലോയീസ് എന്ത് ചെയ്യണം? അതനുസരിച്ച് അതിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് റെഡി ആവണം. അതായത് ഓർഗനൈസേഷന് ടോട്ടൽ ഇൻട്രസ്റ്റിനോട് അനുസരിച്ച് വേണം പോകാൻ. നമ്മളിപ്പോൾ കൊറോണ സിറ്റുവേഷൻസിൽ മിക്ക ഓർഗനൈസേഷനും മിക്ക ഗവൺമെൻറ് എംപ്ലോയീസിന് മാത്രമേ അവരുടെ ഫുൾ സാലറി കിട്ടുന്നുള്ളൂ. ഈവൻ ഗവൺമെൻറ് എംപ്ലോയീസിന് പോലും അവർക്ക് ഒരു ഡിഡക്ഷൻ, കൊറോണയുടെ പേരിൽ ഒരു ഡിഡക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ പ്രൈവറ്റ് എംപ്ലോയീസിന് അവരുടെ സാലറിയിൽ കട്ട് ഓഫ് ഉണ്ട്. അപ്പോൾ ഈ സിറ്റുവേഷൻസിലൊക്കെ നമ്മൾ ഈ ഒരു പ്രിൻസിപ്പിൾ ഓർത്താൽ മതി. ഒരു ഓർഗനൈസേഷൻ്റെ ടോട്ടൽ ഇൻട്രസ്റ്റിന് വേണ്ടി നമ്മുടെ വ്യക്തിപരമായ ഇൻട്രസ്റ്റുകൾ നമ്മൾ എന്ത് ചെയ്യണം? സബോർഡിനേറ്റ് ചെയ്യണം. ദെൻ നെക്സ്റ്റ് പ്രിൻസിപ്പിൾ, റെമ്യൂണറേഷൻ ഓഫ് പേഴ്സണൽ. റെമ്യൂണറേഷൻ ഓഫ് പേഴ്സണലിനകത്ത് പറയുന്നത് ഇത്രമേ ഉള്ളൂ, എംപ്ലോയി ഷുഡ് ഗെറ്റ് ഫെയർ ആൻഡ് ആഡിക്വേറ്റ് റെമ്യൂണറേഷൻ അല്ലേ. ന്യായമായ ഒരു വ്യക്തി ചെയ്യുന്ന ജോലിക്ക് അനുസരിച്ചുള്ള റെമ്യൂണറേഷൻ ആ വ്യക്തിക്ക് കിട്ടണം. ഷുഡ് ബി ഫെയർ ആൻഡ് ആഡിക്വേറ്റ്. അദ്ദേഹത്തിന് ലൈവ്ലിഹുഡ് മുന്നോട്ട് കൊണ്ടുപോകാൻ തക്കവണ്ണം ഉള്ള സാലറി ഉണ്ടായിരിക്കണം. അറ്റ് ദ സെയിം ടൈം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഇറ്റ് വിൽ ആഡ് ആസ് എ മീഡിയം ഓഫ് സാറ്റിസ്ഫാക്ഷൻ അല്ലേ. ഇപ്പം ഞാനൊരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നു, ഞാൻ വർക്ക് ചെയ്യുന്നതിൻ്റെ അതേ പ്രപ്പോർഷനിൽ എനിക്ക് സാലറി കിട്ടുന്നുണ്ടെങ്കിൽ ദെൻ ഐ വിൽ ബി സാറ്റിസ്ഫൈഡ്. അപ്പം ഞാൻ എന്ത് ചെയ്യും? കൂടുതൽ ഓർഗനൈസേഷന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യും. എൻ്റെ മൊറയൽ ഇൻക്രീസ് ചെയ്യും. ഐ വിൽ ബി മോട്ടിവേറ്റഡ് അല്ലേ.
അത് സെയിം ടൈം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എനിക്കിപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ ഞാൻ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുന്നു, പക്ഷേ എനിക്ക് അതിന് തക്ക റെമ്യൂണറേഷൻ കിട്ടുന്നില്ലെങ്കിൽ എൻ്റെ കമ്മിറ്റ്മെൻറ്റ് അതിനനുസരിച്ച് കുറയും. സോ അതുകൊണ്ടാണ് പറയുന്നത് റെമ്യൂണറേഷൻ, എംപ്ലോയീസിൻ്റെ റെമ്യൂണറേഷൻ എപ്പോഴും ഫെയർ ആൻഡ് ആഡിക്വേറ്റ് ആയിരിക്കണം. അവർക്ക് അവരുടെ ദൈനംദിന ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ തക്കവണ്ണമുള്ള സാലറി കിട്ടണം, എങ്കിൽ മാത്രമേ അവർ സാറ്റിസ്ഫൈഡ് ആവത്തുള്ളൂ. ദെൻ മൂവിങ് ടു ദ നെക്സ്റ്റ് പ്രിൻസിപ്പിൾ, ദാറ്റ് ഈസ് സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ. സോ സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ എന്ന പ്രിൻസിപ്പിൾ എന്താണ് പറയുന്നതെന്ന് അറിയുന്നതിന് മുൻപ് we should have to look into what is centralization and what is decentralization. So centralization refers to concentration of power at top level, അല്ലെങ്കിൽ concentration of power at one place. ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ അതോറിറ്റിയുടെ ഒരു കോൺസെൻട്രേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. Whereas decentralization means it is the distribution of power at every level. അല്ലേ, രണ്ടും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ഒരിടത്ത് കോൺസെൻട്രേഷൻ ആണെങ്കിൽ മറ്റൊരിടത്ത് ഡിസ്ട്രിബ്യൂഷൻ ആണ്. അങ്ങനെയെങ്കിൽ ഈ പ്രിൻസിപ്പിൾ എന്താണ്, ഈ ഒരു ഇതിലൂടെ ഫയോൾ എന്താണ് ഈ ഒരു പ്രിൻസിപ്പിളിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് നോക്കാം. There must be a combination of both depending upon the nature and size of the organization. അതായത് ഒരു സെൻട്രലൈസേഷനും ഡീസെൻട്രലൈസേഷനും തമ്മിൽ ഒരു ബാലൻസ് ഉണ്ടാവണം. രണ്ടിൻ്റെയും ഒരു കോമ്പിനേഷനാണ് ഒരു ഓർഗനൈസേഷനിൽ വേണ്ടത്. എല്ലാവർക്കും അങ്ങനെ ഒരു അതോറിറ്റി കിട്ടാണ്ട് അല്ലെങ്കിൽ ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു അതോറിറ്റി നമുക്ക് പറ്റത്തില്ല. അറ്റ് ദ സെയിം ടൈം എല്ലാവർക്കും അതോറിറ്റി കിട്ടുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. ബട്ട് അപ്പം നമുക്ക് എവിടെ എന്താണ് വേണ്ടത്, കോമ്പിനേഷൻ ഓഫ് ബോത്ത്, രണ്ടിൻ്റെയും ഒരു കോമ്പിനേഷനാണ് വേണ്ടത്. ഇറ്റ് ഷുഡ് ബി ഡിപ്പെൻഡ് അപ്പോൺ ദ നേച്ചർ ആൻഡ് സൈസ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ നേച്ചറും അതുപോലെ സൈസും അനുസരിച്ച് വേണം നമ്മൾ ഈ കോമ്പിനേഷൻ ഫിക്സ് ചെയ്യാനായിട്ട്. അതാണ് ഈ ഒരു പ്രിൻസിപ്പിളിനകത്ത് പറയുന്നത്. മൂവിങ് ടു ദ നെക്സ്റ്റ് പ്രിൻസിപ്പിൾ, ദാറ്റ് ഈസ് സ്കെയിലാർ ചെയിൻ. ഞാൻ മുമ്പേ പറഞ്ഞ യൂണിറ്റി ഓഫ് കമാൻഡ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിളാണ് സ്കെയിലാർ ചെയിൻ. ഇതും ഒരുപാട് പ്രാവശ്യം ചോദിക്കുന്ന ഒരു പ്രിൻസിപ്പിളാണ് സ്കെയിലാർ ചെയിൻ എന്ന് പറയുന്നത്. സ്കെയിലാർ ചെയിൻ എന്നതിനകത്ത് കാണിക്കുന്ന ഇതാണ്. ഇതിനകത്ത് പറയുന്നത് ഇത്രയുമേ ഉള്ളൂ. ഇറ്റ് ഈസ് എ ലൈൻ ഓഫ് അതോറിറ്റി. ഇറ്റ് ഈസ് എ ലൈൻ ഓഫ് അതോറിറ്റി ഫ്രം ഹയസ്റ്റ് ടു ലോവസ്റ്റ് റാങ്ക്. എന്നിട്ട് പറയുകയാണ്, അതായത് ലൈൻ ഓഫ് അതോറിറ്റിയാണ്, അതോറിറ്റിയുടെ ഒരു ഫ്ലോ ആണ് കാണിക്കുന്നത്. ഫ്രം ദ ടോപ്പ് ടു ലോവർ, ടോപ്പ് ടു ബോട്ടം, അല്ലെ, മേളിൽ നിന്ന് താഴോട്ടുള്ള അതോറിറ്റിയുടെ ഒരു ലൈനാണ് അതിനകത്ത് കാണിക്കുന്നത്. ആൻഡ് ഇറ്റ് സീസ് ദാറ്റ് കമ്മ്യൂണിക്കേഷൻ എങ്ങനെയായിരിക്കണം, കമ്മ്യൂണിക്കേഷൻ ഷുഡ് ഫ്ലോ ഫ്രം ത്രൂ ദിസ് ഒഫീഷ്യൽ ലൈൻ. ഈ ഒരു ഒഫീഷ്യൽ ലൈനിലൂടെ മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ, എംപ്ലോയീസ് എന്ത് ചെയ്യാവുള്ളൂ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവൂ എന്നാണ് എന്ത് പറയുന്നത്, ഈ പ്രിൻസിപ്പിൾ പറയുന്നത്. സോ നമുക്ക് ഈ ഫിഗറിൽ കാണാം, എ ആണ് ടോപ്പ് അതോറിറ്റി, അല്ലേ. അല്ല, അപ്പോൾ ഇപ്പം സപ്പോസ് സിക്ക് എഫിനോട് എന്തെങ്കിലും ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ സി ഷുഡ് കമ്മ്യൂണിക്കേറ്റ് ടു ബി ആൻഡ് ബി ഷുഡ് എ ടു ഇ ആൻഡ് ഇ ടു എഫ്. അങ്ങനെ വേണം എന്ത് ചെയ്യാണ്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. അതാണ് സ്കെയിലാർ ചെയിൻ എന്ന് പറയുന്നത്. ദിസ് ഈസ് ഒഫീഷ്യൽ, ഈ ആരോ മാർക്കിൽ കൂടെ പോകുന്നതാണ് ഒഫീഷ്യൽ ലൈൻ ഓഫ് അതോറിറ്റി. ഇതിനെയാണ് നമ്മൾ സ്കെയിലാർ ചെയിൻ എന്ന് പറയുന്നത്. ദെൻ ഇവിടെ ഒരു കാര്യം ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്, ദാറ്റ് ഈസ് ഗാങ് പ്ലാങ്. അതെ, ഡി ടു ജി. നമ്മൾ ഈ സ്കെയിലാർ ചെയിൻ പറയുന്നത് ഒഫീഷ്യൽ ലൈനിലൂടെ മാത്രമേ കമ്മ്യൂണിക്കേഷൻ പറ്റുള്ളൂ. അതായത് ഇങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, പാടുള്ളൂ. ഓക്കെ, പക്ഷേ ഇവിടെ ഒരു സ്പെഷ്യൽ സിറ്റുവേഷൻ ആണ് ഇങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ പോയേക്കുന്നത്, ഡി ടു ജി. ഇതിനെയാണ് ഗാങ് പ്ലാങ് എന്ന് പറയുന്നത്. ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ഡി ടു ജി അല്ലെങ്കിൽ സി ടു എഫ്, അതായത് ഈ ഒഫീഷ്യൽ ലൈനിലൂടെ അല്ലാതെ ഉള്ള കമ്മ്യൂണിക്കേഷനെയാണ് നമ്മൾ ഗാങ് പ്ലാങ് എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് ഗാങ് പ്ലാങ്? ഇറ്റ് ഈസ് എ ഷോർട്ടർ റൂട്ട് has been provided so that communication is not delayed. ചില എമർജൻസി സിറ്റുവേഷൻസിൽ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു ഒഫീഷ്യൽ ലൈനിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആയിരിക്കില്ല. ഇറ്റ് വിൽ ടേക്ക് സോ മച്ച് ഓഫ് ടൈം. അത് നമ്മുടെ കാര്യം, നമുക്ക് ചിലപ്പോൾ ഒരു ഡിസിഷൻ എടുക്കാൻ ഭയങ്കരമായി ഡിലേ ആവും. സോ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമ്മുടെ ഡിസിഷൻ ഡിലേ ആവാതിരിക്കാൻ നമുക്ക് ഏറ്റവും ഷോർട്ടസ്റ്റ് റൂട്ടിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതിനെയാണ് ഗാങ് പ്ലാങ് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് വൺ, അങ്ങനെയെങ്കിൽ വാട്ട് ലൈറ്റ് ഡസ് ദ ഐഡിയ ഓഫ് ഗാങ് പ്ലാങ് ഷോ അബൌട്ട് ദ നേച്ചർ ഓഫ് ഫയോൾസ് പ്രിൻസിപ്പിൾ? ഇതും പല ടൈംസിൽ നമ്മൾ കണ്ടിട്ടുള്ളൊരു ചോദിച്ചിട്ടുള്ള ഒരു കോമൺ ക്വസ്റ്റ്യൻ ആണ്. ഈ ഗാങ് പ്ലാങ്ങിൽ നിന്ന് ഈ ഫയോളിൻ്റെ പ്രിൻസിപ്പിളിൻ്റെ എന്തെങ്കിലും നേച്ചർ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്നുള്ളത്. ഇതിനകത്ത് പറയുന്ന ഇത്രയേ ഉള്ളൂ, ദേ ആർ നോട്ട് ഹാർഡ് ആൻഡ് ഫസ്റ്റ് റൂൾ, rather they are flexible guidelines which can be modified to suit given situations. അല്ലേ, ശരിക്കും ഫയോളിൻ്റെ പ്രിൻസിപ്പിളായ സ്കെയിലാർ ചെയിനിൽ പറയുന്നത് കമ്മ്യൂണിക്കേഷൻ എന്തേ പാടുള്ളൂ, ഇറ്റ് ഷുഡ് പാസ് ത്രൂ ദ ഒഫീഷ്യൽ ലൈൻ. ഒഫീഷ്യൽ ലൈനിലൂടെ മാത്രമേ പറ്റുള്ളൂ. ദാറ്റ് ഈസ് ഫ്രം ദ ടോപ്പ് ടു ബോട്ടം, ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്ക് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, കമ്മ്യൂണിക്കേഷൻ പാടുള്ളൂ. ബട്ട് അറ്റ് ദ സെയിം ടൈം ചില സിറ്റുവേഷൻസിൽ എന്ത് പറ്റും, ഷോർട്ടസ്റ്റ് റൂട്ട് ഒഫീഷ്യൽ ലൈനിലൂടെ അല്ലാതെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇറ്റ് സേസ് ദാറ്റ് നമുക്ക് ഇറ്റ് ഈസ് ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു ഗൈഡ് ലൈൻ ആണെന്നുള്ളതാണ് ഫയോളിൻ്റെ പ്രിൻസിപ്പിൾ. ദെൻ മൂവിങ് ടു ദ നെക്സ്റ്റ് പ്രിൻസിപ്പിൾ, ദാറ്റ് ഈസ് ഓർഡർ. ഇറ്റ് റെഫേഴ്സ് ടു ഓർഡർലി അറേഞ്ച്മെന്റ് ഓഫ് മെൻ ആൻഡ് മെറ്റീരിയലിനെയും അതുപോലെ തന്നെ വ്യക്തികളുടെയും ഒരു
അറേഞ്ച്മെന്റിനെയാണ് ഓർഡറിനകത്ത് പറയുന്നത്. സോ ഓർഡർ രണ്ട് ടൈപ്പ് ഉണ്ട്, മെറ്റീരിയൽ ഓർഡർ ആൻഡ് സോഷ്യൽ ഓർഡർ. മെറ്റീരിയൽ ഓർഡറിനകത്ത് പറയുന്നതാണ് അറേഞ്ച്മെന്റ് ഓഫ് മെറ്റീരിയൽസ് അറേഞ്ച് ചെയ്യുക. ഓരോ സാധനത്തിനും അതിന്റെ പ്രോപ്പർ പ്ലേസ് ഉണ്ടായിരിക്കണം, അവിടെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കണം. ദെൻ സോഷ്യൽ ഓർഡർ മീൻസ് പ്ലേസ്മെന്റ് ഓഫ് പീപ്പിൾ. ഓരോ വ്യക്തികൾക്കും എന്താണ് അവരുടെ പെർട്ടിക്കുലർ പ്ലേസ് കൊടുക്കണം, അവർക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം. നമുക്ക് ഓർഗനൈസേഷൻസിലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് കാണാം അവർക്ക് പ്രത്യേകം ക്യാബിനും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അല്ലേ, ഫിക്സഡ് സീറ്റ്സും കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ ആണ് അതിനെപ്പറ്റി തന്നെയാണ് പറയുന്നത്. എവറിത്തിങ് ഷുഡ് ഹാവ് ഇറ്റ്സ് ഓൺ പ്ലേസ് അല്ലെ, എല്ലാ സാധനങ്ങൾക്കും അതിൻ്റെതായ ഒരു സ്ഥലം വേണം, ഈവൻ അത് മെറ്റീരിയൽ ആയിക്കോട്ടെ വ്യക്തികളായിക്കോട്ടെ. ദെൻ നെക്സ്റ്റ് പ്രിൻസിപ്പിൾ ദാറ്റ് ഈസ് ഇക്വിറ്റി. ഇക്വിറ്റി റെഫേഴ്സ് ടു കൈൻഡ്, ഫെയർ ആൻഡ് ജസ്റ്റ് ട്രീറ്റ്മെന്റ് ടു എംപ്ലോയീസ്. അതായത് എംപ്ലോയീസിനോടുള്ള ഓർഗനൈസേഷനിലെ എംപ്ലോയിയുടെ സമീപനം എങ്ങനെയായിരിക്കണം? ഇറ്റ് ഷുഡ് ബി കൈൻഡ്, ഫെയർ ആൻഡ് ജസ്റ്റ്. അതായത് നമ്മൾ എന്ത് എംപ്ലോയർ എന്ത് അവോയ്ഡ് ചെയ്യണം? ഹി ഷുഡ് അവോയ്ഡ് നെപ്പോട്ടിസം ആൻഡ് ഫേവറിറ്റിസം. നമുക്ക് കാണാം ഇപ്പം മിക്ക ഓർഗനൈസേഷൻസിലും അവർക്ക് താല്പര്യമുള്ള വ്യക്തികളോട് എക്സ്ട്രാ ഫേവറിറ്റിസം കാണിക്കും, അവർക്ക് അനുകൂലമായ രീതിയിൽ കുറേ കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. പക്ഷേ ഈ പ്രിൻസിപ്പിൾ പറയുന്നതാണ് ഒരു ഓർഗനൈസേഷനിൽ എല്ലാ എംപ്ലോയീസിനെ നമ്മൾ ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യണം, എല്ലാവരെയും ഫെയർ ആയിട്ട് കൺസിഡർ ചെയ്യണം. ഒന്നിൻ്റെയും ബേസിസിൽ അല്ലെങ്കിൽ റിലീജിയസ് ബേസിസിൽ അല്ലെങ്കിൽ ജെൻഡർ ബേസിസിൽ അല്ലെങ്കിൽ ജോഗ്രഫിക് ബേസിസിൽ ഒരിക്കലും ഒരു ഡിസ്ക്രിമിനേഷൻ നമ്മൾ കാണിക്കരുത്. അങ്ങനെ കാണിച്ചാൽ എംപ്ലോയീസിന് ഓർഗനൈസേഷനോടുള്ള കമ്മിറ്റ്മെൻറ്റ് കുറയും. ദേ വിൽ ട്രൈ ടു മൂവ് ടു അനദർ ഓർഗനൈസേഷൻസ്. അതൊരിക്കലും നമ്മൾ കാണിക്കാൻ പാടില്ല. അതാണ് എന്ത് പറയുന്നത്, ഇക്വിറ്റിക്കകത്ത് പറയുന്നത്. സോ നെക്സ്റ്റ് പ്രിൻസിപ്പിൾ ദാറ്റ് ഈസ് സ്റ്റെബിലിറ്റി ഓഫ് ടെന്യൂർ ഓഫ് പേഴ്സണൽ. അതായത് ഈ പ്രിൻസിപ്പിളിനകത്ത് പറയുന്ന കാര്യം എന്താണ്? ദർ ഷുഡ് നോ ഫ്രീക്വന്റ് ടെർമിനേഷൻ ആൻഡ് ട്രാൻസ്ഫർ. അല്ലേ, ഒരു ഓർഗനൈസേഷനിൽ ഒരു എംപ്ലോയി വന്നു കഴിഞ്ഞാൽ ഹി ഷുഡ് ഗെറ്റ് സഫീഷ്യൻറ്റ് ടൈം ടു ഗെറ്റ് അഡ്ജസ്റ്റ് വിത്ത് ഹിസ് ജോബ്. അല്ലേ, അയാൾക്ക് കിട്ടിയിരിക്കുന്ന ആ ജോബിനോട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ആ കിട്ടിയിരിക്കുന്ന ജോലി അല്ലെങ്കിൽ ആ ജോലി സ്ഥലത്ത് അദ്ദേഹം വന്നു കഴിഞ്ഞാൽ അതും ആ സിറ്റുവേഷനുമായിട്ട് ഫെമിലിയർ ആയി ആ വർക്ക് എന്താണെന്ന് മനസ്സിലാക്കി അയാൾക്ക് ചെയ്യാനുള്ളൊരു ടൈം കൊടുക്കണം. അതിന് മുൻപ് ടെർമിനേഷൻ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഒരിക്കലും നടത്തരുത് എന്നാണ് പറഞ്ഞത്. അങ്ങനെ വരുമ്പോഴത്തേക്കും എഫിഷ്യൻസി ഉണ്ടാവത്തില്ല, ഒരു കണ്ടിന്യൂവേഷൻ, ഒരു ഓർഗനൈസേഷൻ്റെ സ്മൂത്ത് ഫംഗ്ഷനിങ്ങും നടക്കത്തില്ല, എംപ്ലോയീസും അതുപോലെ തന്നെ സാറ്റിസ്ഫൈഡും ആയിരിക്കത്തില്ല. അതാണ്. അതുപോലെ തന്നെ ടൈം ആൻഡ് റിസോഴ്സസിന്റെ വേസ്റ്റേജ് ആണ് അല്ലേ, അങ്ങനെ സംഭവിക്കും. സോ ഒരിക്കലും ദർ ഷുഡ് ബി സ്റ്റെബിലിറ്റി. നമുക്ക് ട്രാൻസ്ഫറും അല്ലെങ്കിൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ ടെർമിനേറ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻസും വരും, ബട്ട് ഇറ്റ് ഷുഡ് നോട്ട് ബി ഫ്രീക്വന്റ്. അതൊരിക്കലും ഫ്രീക്വന്റ് ആവാനായിട്ട് പാടില്ല. ഹി ഷുഡ് ഗെറ്റ് സഫീഷ്യൻറ്റ് ടൈം. അദ്ദേഹത്തിന് അല്ലെങ്കിൽ ആ എംപ്ലോയിക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ടൈം കിട്ടണം ആ ജോബുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ. ദെൻ നെക്സ്റ്റ് പ്രിൻസിപ്പിൾ ദാറ്റ് ഈസ് ഇനിഷ്യേറ്റീവ്. Employees in the organization must be given an opportunity to take some initiative in making and executing a plan. ഇനിഷ്യേറ്റീവിനകത്ത് പറയുന്നത് ഇത്രയുമേ ഉള്ളൂ. എംപ്ലോയീസിന് നമ്മൾ കുറേയും കൂടെ എന്ത് കൊടുക്കണം? കുറേയും കൂടെ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കണം. എന്തിനു വേണ്ടിയിട്ട്? പ്ലാൻസ് അവരായിട്ട് മേക്ക് ചെയ്യാനായിട്ടും അത് എക്സിക്യൂട്ട് ചെയ്യാനും. ദേ ഷുഡ് ഗെറ്റ് സഫീഷ്യൻറ്റ് അതോറിറ്റി ആൻഡ് ഓപ്പർച്യൂണിറ്റി ടു മേക്ക് ദ പ്ലാൻസ് ആൻഡ് എക്സിക്യൂട്ട് ഇറ്റ്. അല്ലേ, പ്ലാൻ മേക്ക് ചെയ്യാനും എക്സിക്യൂട്ട് ചെയ്യാനായിട്ടുമുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവർക്ക് പ്രൊവൈഡ് ചെയ്യണം. അതാണ് ഇനിഷ്യേറ്റീവിനകത്ത് പറയുന്നത് അല്ലേ. അങ്ങനെ വരുമ്പോഴത്തേക്കും എംപ്ലോയീസിന് എന്താ സംഭവിക്കുക? കുറേയേറെ അതിൻ്റെ ഒരു എഫക്ട്സ് വരുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് ഇറ്റ് എൻഷുവർ ദ ലോയലിറ്റി ആൻഡ് ഡിവോഷൻ ഓഫ് ദ എംപ്ലോയീസ്. അല്ലേ, ഇപ്പം എനിക്ക് സ്വന്തമായിട്ട് ഞാനിപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ ഒരു എംപ്ലോയി ആണ്, എൻ്റെ അടുത്ത് ഒരു കാര്യം പ്ലാൻ ചെയ്ത് നടത്താൻ പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് അല്ലെങ്കിൽ എനിക്കെന്തോ ഞാനെന്ന് പറയുന്ന എംപ്ലോയിക്ക് എന്തെങ്കിലും കുറേയും കൂടെ ലോയൽറ്റി തോന്നും. ബിക്കോസ് എനിക്ക് അങ്ങനെ ഒരു റെസ്പോൺസിബിലിറ്റി തന്നല്ലോ അല്ലെങ്കിൽ അത് ചെയ്യാനുള്ള ഒരു അതോറിറ്റി എനിക്ക് തന്നല്ലോ എന്ന് നോക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി എൻ്റെ ലോയൽറ്റിയും ഓർഗനൈസേഷനിലോട് ഡിവോഷനും കൂടും. അതേപോലെ തന്നെ എനിക്ക് എൻ്റെ എംപ്ലോയറുമായിട്ടുള്ള നല്ലൊരു ബെറ്റർ റിലേഷനിൽ എത്താൻ വേണ്ടി പറ്റും. ദാറ്റ് ഈസ് കോർഡിയൽ റിലേഷൻ ബിറ്റ്വീൻ എംപ്ലോയർ ആൻഡ് എംപ്ലോയീസ് ആൻഡ് ഇറ്റ് ആക്ട് ആസ് എ മോട്ടിവേറ്റർ, ഇൻക്രീസസ് ദെയർ മൊറൈൽ. അല്ലേ, ഓർഗനൈസേഷനിലൂടെ എൻ്റെ കമ്മിറ്റ്മെൻറ്റ് കൂട്ടും, എൻ്റെ കുറേയും കൂടെ എന്നെ അത് മോട്ടിവേറ്റ് ചെയ്യപ്പെടും. അല്ലേ, അതാണ് ഇനിഷ്യേറ്റീവിൻ്റെ പ്രത്യേകത. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് എന്ന് പറയുന്ന പോലെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിൾ ഓഫ് ഫയോൾ ഈസ് എസ്പിരിറ്റ് ഡി കോർപ്സ്. ഈ എസ്പിരിറ്റ് ഡി കോർപ്സ് നമുക്ക് നമ്മുടെ റിയൽ ലൈഫിൽ നമുക്ക് ആവശ്യമുള്ളതാണ്. ദാറ്റ് ഈസ് യൂണിയൻ ഇൻ സ്ട്രെങ്ത്. എസ്പിരിറ്റ് ഡി കോർപ്സ് എന്ന് പറഞ്ഞാൽ യൂണിയൻ ഇൻ സ്ട്രെങ്ത് എന്നുള്ളതാണ്. ഈ 14 പ്രിൻസിപ്പിൾസിൽ ഞാൻ 2 പ്രിൻസിപ്പിൾ പറഞ്ഞായിരുന്നു. അതായത് യൂണിറ്റി ഓഫ് കമാൻഡും സ്കെയിലാർ ചെയിനും ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു. അതിനോടൊപ്പം തന്നെ ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് എസ്പിരിറ്റ് ഡി കോർപ്സ് എന്നുള്ളത്. 1 മാർക്ക് ക്വസ്റ്റ്യന് ചോദിക്കും വാട്ട് ഈസ് എസ്പിരിറ്റ് ഡി കോർപ്സ് എന്ന് വെച്ചാൽ ഓപ്ഷൻസ് ആയിട്ട് യൂണിയൻ ഇൻ സ്ട്രെങ്ത് അല്ലെങ്കിൽ മറ്റ് 2 ഓപ്ഷൻസ് കൂടെ കൊടുക്കും. അതുപോലെ തന്നെ 2 മാർക്ക് ക്വസ്റ്റ്യൻസിൽ കമൻറ്റ് ചെയ്യാൻ 4 മാർക്ക് 5 മാർക്ക് ക്വസ്റ്റ്യൻസിലൊക്കെ ചോദിക്കുന്ന ഒരെണ്ണമാണ് എസ്പിരിറ്റ് ഡി കോർപ്സ് എന്ന് പറയുന്നത്. എസ്പിരിറ്റ് ഡി കോർപ്സ് എന്നാണ് യൂണിയൻ ഇൻ സ്ട്രെങ്ത്. ദാറ്റ് മീൻസ് ടുഗദർ വി ക്യാൻ വിൻ. ഒരുമിച്ച് നിന്ന് ഒത്തുപിടിച്ചാൽ മലയും പോരും എന്ന് പറയുന്നത് തന്നെയാണ് യൂണിയൻ ഇൻ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അവിടെ വ്യക്തി ഞാൻ ഐ അല്ല, പകരം വി എന്നുള്ള വേർഡാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇറ്റ് എംഫസൈസ് ഫോർ ദ നീഡ് ഫോർ ടീം വർക്ക് സ്പിരിറ്റ് ഓഫ് യൂണിറ്റി ആൻഡ് ഹാർമണി എമംഗ് ദ എംപ്ലോയീസ്. ടീം വർക്കിനെ എംഫസൈസ് ചെയ്യുന്നതാണ് യൂണിയൻ ഇൻ സ്ട്രെങ്ത് അല്ലെങ്കിൽ എസ്പിരിറ്റ് ഡി കോർപ്സ് എന്ന് പറയുന്ന പ്രിൻസിപ്പിളിനകത്ത്
പറയുന്നത്. സോ ദീസ് ആർ ദ 14 പ്രിൻസിപ്പിൾസ് ഓഫ് ഹെൻറി ഫയോൾ. മാനേജ്മെന്റിന്റെ ഹെൻറി ഫയോളിന്റെ 14 പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് ഇതാണ്. സോ ഇന്നും എല്ലാ ഓർഗനൈസേഷൻസിലും നമ്മൾ ശ്രദ്ധിച്ചാൽ ഇതിങ്ങനെ തന്നെ നമുക്ക് ഒരു പക്ഷേ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഒന്നുകൂടെ നമുക്ക് ശ്രദ്ധിച്ചു നോക്കി എല്ലാ ഓർഗനൈസേഷൻസിലും ഈ പ്രിൻസിപ്പിളൊക്കെ തന്നെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫോളോ ചെയ്യുന്നുണ്ട്. സോ ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളിത് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കല്ല. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ ഇനിയും ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ടോ ക്ലാരിഫിക്കേഷൻസോ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം അടുത്ത പാർട്ടിൽ നമ്മൾ FW ടൈലറിൻ്റെ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസിനെ പറ്റി പരിചയപ്പെടുന്നതായിരിക്കും. സോ താങ്ക് യു.